റിബൺ ഇല്ലാതെ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. തല കെട്ടാൻ പറഞ്ഞു, മുഖം മറയ്ക്കാൻ പറഞ്ഞു. എൻ്റെ പള്ളി അവിടെ വണ്ടിയെല്ലാം കത്തിച്ചിട്ടേക്കുന്നു കേട്ടോ. അതെ, ജീവിതത്തിൽ ആരും എടുക്കാത്ത റിസ്ക് ഞാനും എടുക്കുകയാണ്. തിമ്പുത്തു മുതൽ മൊപ്തി വരെ കരയാത്ര, അത് മരുഭൂമിയിലൂടെ. മാഹീന് റിസ്ക് എടുക്കുന്നതെല്ലാം റിസ്ക് തിന്നുന്നതുപോലെയാണെന്ന് പലരും പറയാറുണ്ട്. അതെ, അല്ലെങ്കിൽ പ്രാദേശികർ പോലും ഭയക്കുന്ന ഈ വഴികളിലൂടെ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ പോകില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹത്താരമൊക്കെ കഴിച്ച് സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ യാത്രക്കിടങ്ങുവാണ്. നമ്മുടെ തിമ്പുത്കു എന്ന് പറയുന്ന മഹാനഗരത്തെ ഇവിടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം കിടന്നത് ഞാനിവിടെയാണ്. ലെറ്റ്സ് ഗോ ബ്രദർ. പുള്ളിയോടെ ഞാൻ പോവാണ്. ബ്രോ മേഴ്സി. ഓക്കെ, ഇവിടെ നമ്മൾ പോവേണ്ട കാറിൽ വന്നിട്ടുണ്ട്. അവർ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാണ് വണ്ടിയിൽ. ശുക്രാൻ ബ്രദർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ എവരിതിങ്. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു 10-12 കിലോമീറ്റർ പോയിട്ട് ഒരു റിവർ ക്രോസ് ചെയ്യും. ബൈ ബോട്ടിൽ റിവർ ക്രോസ് ചെയ്തിട്ട് അടുത്ത വണ്ടി കയറും. എന്നിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ വഴി പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ പുള്ളി കുഴപ്പമില്ല, വണ്ടി എടുത്ത് കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് വഴി കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഇപ്പം പോകുന്ന ബൈ റോഡ് വഴി. ഇപ്പം എന്തായാലും നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ രാവിലെ പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ബോട്ട് കയറി അപ്പുറത്ത് കിടക്കാൻ കുറേ വള്ളങ്ങൾ ഇവിടെ അടുക്കി കിടപ്പുണ്ട്. വേറെ ആറുകൾ അപ്പുറത്തെ ബോട്ടിൽ നിന്ന് കരയെന്ന് വന്നതാണ്. എന്ന വഴി കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നില്ല. ഒരു 3 ചെക്ക് പോയിന്റിൽ പട്ടാളക്കാരന് വേണ്ടി പോയി പൈസ കൊടുക്കുന്നു. പട്ടാളക്കാരൻ എൻ്റെ ID വന്ന് ചെക്ക് ചെയ്യുന്നു, പാസ്പോർട്ട് കാണിക്കുന്നു, ചിരിക്കുന്നു, പോകുന്നു. 3 ചെക്ക് പോയിന്റിലും പുള്ളിക്കാരൻ പോയി പൈസ കൊടുത്തു. വരുന്ന വഴി ഫുള്ള് മരുഭൂമിയായിരുന്നു. പിന്നീട് കണ്ട ഒരു കുറച്ച് പച്ചപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഈ റിവറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ്. ഏകദേശം ഒരു 12-15 കിലോമീറ്റർ ഉണ്ട് നമ്മളിവിടെ നിന്ന് തിമ്പുത്കു നമ്മുടെ സിറ്റി സെൻറ്ററിലോട്ട്. നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് കയറി പിടിച്ചിരിപ്പുണ്ട്. ഞാനും അവിടെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൽ. ഇത് കുറേ സമയം എടുക്കും കേട്ടോ. മിക്കവാറും ഞാൻ മൊപ്തി എന്ന് പറയുന്ന സ്ഥലത്തെ, മൊപ്തിയല്ല സെവാരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ഇത് പോകുന്നത് മെയിൻ റോഡിൽ കൂടെ അല്ല, പകുതി മെയിൻ റോഡ് എന്തോ പോയിട്ട് ബാക്കി എന്തോ വേറെ വഴി എന്തോ പോകും. കാരണം കുറേ ത്രെട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തോ പ്ലാൻ. ബോട്ടിൽ വന്ന് അപ്പുറത്തെ കരയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. കുറേ വണ്ടികൾ ഇവിടെ കിടക്കുവാണ്. ഇവിടെ നമ്മുടെ നൈജറിൻ്റെ ഫ്ലാഗ്, ചെഗുവേരയുടെ ഫ്ലാഗ് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി എന്ന് തോന്നുന്നു. ഇതിലാണ് നമ്മൾ പോകുന്നത്. ഈ കാറെല്ലാം പോകുമ്പോൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ 2-3 കാറ് ഇന്ന് ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ ആ കാറെല്ലാം ഒരുമിച്ച് മാത്രമേ പോകുള്ളൂ. കാരണം സേഫ്റ്റി മെഷേഴ്സ് കയ്യിലെടുത്താണ് അവർ ഒരുമിച്ച് മാത്രമേ പോകുള്ളൂ. ഒറ്റയ്ക്ക് ഒരു ഒറ്റയ്ക്കായിട്ട് ആരും പോകാറില്ല ഇതുപോലത്തെ വണ്ടി. ഇപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇനി പോകുന്നത്. ഇവിടെ നമ്മൾ വരുമ്പോൾ വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള എത്തിനിസിറ്റിയാണ് കേട്ടോ. ഈ തൊരാഗ് എന്ന് പറയുന്ന ആൾക്കാർ ധാരാളം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ആളുകൾ അറബി സംസാരിക്കും, കുറച്ച് ആളുകൾ ഫ്രഞ്ച്, കുറച്ച് ആളുകൾ ഇവിടെ ബംബാര, പിന്നെ കുറച്ച് ആളുകൾ വേറെ ഭാഷ, കുറേ എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ മൗറിട്ടാനിയ എന്നുള്ള കുറേ ആൾക്കാർ, അൾജീരിയ എന്നുള്ള കുറേ ആൾക്കാർ, പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും.
ഇവൻ്റെ അടുത്ത് കുറച്ച് അറബിയൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്ന പയ്യനാണ് കേട്ടോ. എന്നെ കണ്ടോണ്ട് എനിക്കൊന്ന് എൻ്റെ നിറം കണ്ടോണ്ട് ഇവൻ വിചാരിച്ചാണ് ഞാൻ ഇവരുടെ പോലെ ആളാണ്, പക്ഷേ എവിടെ നിന്ന് വന്നതെന്ന് ക്യൂരിയസ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നതാണ്. ما اسمك؟ اسمي سليمان بن عبد الله بن عبد الرحيم. സുലൈമാൻ ബിൻ അബ്ദുള്ള ബിൻ അബ്ദുറഹീം. ഇവരിങ്ങനെ എടുത്തെടുത്ത് പറയും കേട്ടോ, ഇവരുടെ വംശം എല്ലാ അപ്പൂപ്പനെ എല്ലാവരെയും അവർ എടുത്തെടുത്ത് പറയും. തൊട്ടപ്പുറത്ത് ആ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു വെളുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം എന്താ പറയുക, ഇതിലുള്ള ആൾക്കാരാണ് കേട്ടോ. അതായത് അറബോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഇവർക്ക് തോന്നും ഞാൻ ഇവരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. ഇവിടെ കുറേ നേരമായിട്ട് നമ്മൾ നിൽക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രം കാണാം. അവസാനം നമ്മുടെ വണ്ടി എടുക്കാനായി നമ്മുടെ വണ്ടിയുടെ അവിടെ വേറെ വണ്ടിയും പോവുകയാണ്. ഇവിടുത്തെ റോഡും വണ്ടി എല്ലാം പ്രശ്നമാണ്. അതായത് ഇവിടെ റോഡെന്ന് പറയുന്ന സാധനമില്ല, വെള്ളത്തിൽ കൂടെ ഒക്കെയാണ് കേട്ടോ വഴി. ഇനി ഈ കാണുന്ന പുഴ കടന്നിട്ട് വേണം പോകാൻ. ഈ കാണുന്ന പുഴ നമ്മൾ എങ്ങനെ കടക്കുമെന്തോ. വണ്ടി ഇന്ന് നമ്മളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയിട്ട് നടന്ന് കടക്കാനാണ് കേട്ടോ പ്ലാൻ. എന്നിട്ട് വണ്ടി എങ്ങനെയെങ്കിലും വരാനുള്ള പ്ലാനാണ്. ഇതുവഴിയാണ് ഇനി വണ്ടിക്ക് പോകേണ്ടത്. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി കയറി. നമ്മുടെ വണ്ടി അവിടെ നിർത്തുന്നില്ലല്ലോ. സയാറു സയാറ മാഫി വണ്ടി അവിടെ നിർത്തുന്നില്ല. വണ്ടി നിർത്താതെ അങ്ങ് പോവാണ്. എനിക്കൊന്ന് ഇനിയും കുറേ ഇതുപോലുള്ള സംഭവങ്ങൾ കടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നടക്കാണ്. ഇനിയും ഇതുപോലെ കടമ്പകൾ കടക്കണം. എന്നിരുന്നാലും ഞാൻ പാൻറ് ഫുള്ളായിട്ടിട്ടതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ തിമ്പുത്കു വരുന്ന ആൾക്കാർ ഷോർട്ടൊക്കെ ധരിക്കാതെ വരുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം തിമ്പുത്കു ഈ ഭാഗത്തോട്ടൊക്കെ റോഡ് വഴി പോവുകയാണെങ്കിൽ ധാരാളം ഇതുപോലെയുള്ള ഏതെങ്കിലും റബൽസോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളോ കണ്ടേക്കാം. ഇവരെന്ന് പറയുമ്പോൾ 2012 തിമ്പുത്കു പിടിച്ചെടുത്ത് അവിടെ ശരിയലോ കൊണ്ടുവന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ടീംസാണ്. അങ്ങനെയുള്ള ടീംസ് ധാരാളം ഭാഗത്തുണ്ട്. അഥവാ അവർ വല്ലോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ സ്റ്റോപ്പ് ചെയ്ത് അത്ര റിസ്ക് എടുത്താണ് പോകുന്നത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പാൻറ്റൊക്കെ ഇട്ട് നടക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് വണ്ടി കയറട്ടെ. വഴി ചോദിക്കുവാണ് കേട്ടോ, ഇതിലേക്കൂടെയാണോ നമ്മൾ മൊത്തിയിലോട്ട് പോകേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ല, വഴി തെറ്റിയെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, ഈ ഒരു യാത്ര വേറൊരു ലെവൽ യാത്ര കേട്ടോ. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. അന്ന് ഞാൻ സൊമാലി ലാൻഡിൽ നിന്ന് സൊമാലിയ പുട്ട്ലാൻഡ് വഴി പോയ യാത്രയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മരുഭൂമി കൂടെ ഫുള്ള് യാത്ര, പേടിച്ച് അന്ന് പോയപ്പോഴെന്ന് പറയുമ്പോൾ ഓരോ ഇതുപോലെ ഇത് പിന്നെയും ഇത്രയും നല്ലതാണ്. ഇത്രയും നേരം നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ വെറും മരുഭൂമിയുടെ ഉള്ളിലൂടെ. അതുപോലെ അവിടെ ഇങ്ങനെ കല്ലും തടിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, എക്സ്ട്രീമിസ്റ്റോ അല്ലെങ്കിൽ പൈസ വാങ്ങാനുള്ള ബന്ധിത ആൾക്കാർ ഇങ്ങനെ തോക്കും പിടിച്ച് നിൽക്കും, എന്നിട്ട് പൈസ വാങ്ങും. അങ്ങനെ ഞാൻ ജീപ്പിൻ്റെ അകത്ത് ഒളിച്ചിരുന്നാണ് പോയത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ധൈര്യത്തോടെ. ഇത് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം ആരാ ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് ആരോ വണ്ടിയിലോട്ട് കയറി. ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് അള്ളാഹ്ക്ക് അറിയാം. അതിൻ്റെ ഇടയിൽ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഡ്രൈവർ പുള്ളി മണിക്കൂറായിട്ട് വല്ലപ്പോഴുമാണ് വല്ല വണ്ടി പോകുന്നത്. ആ വണ്ടിയുടെ അടുത്തൊക്കെ ചോദിക്കും റോഡ് എങ്ങനെയുണ്ട്, പ്രശ്നമുണ്ടോ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ പോലെയാണ് കേട്ടോ. പ്രശ്നം ഉണ്ടോ എന്ന് ആർക്കാണെങ്കിലും അറിയാം. ഇതുപോലുള്ള നശിച്ച് കിടക്കുന്ന കുറേ ലോറികളും കണ്ടെയ്നറുകളൊക്കെ കാണാം. ഇതെല്ലാം കള്ളന്മാരും ഇവിടുത്തെ അക്രമികളൊക്കെ വന്ന് ആക്രമിച്ച് എന്താ പറയുക ഇവിടെ ഇട്ടിട്ട് പോകുന്ന ലോറിയൊക്കെയാണ്. പ്രാവശ്യമായിട്ട് ഈ മരുഭൂമി കയറ്റാൻ നോക്കുന്നത് നടക്കുന്നില്ല. നമ്മൾ വീണ്ടും പുറകിലോട്ട് വരുവാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത്. ഹനുമാൻ ഗിയർ ഇട്ടിട്ട് പോലും നടക്കുന്നില്ല. തേര് കയറ്റി പകുതിയായപ്പോഴേക്കും നമ്മുടെ വണ്ടി മണലിൽ കുടുങ്ങിയുള്ള എനിക്കറിയില്ല കേട്ടോ. മരുഭൂമിയിലെ പൊടിക്കാറ്റ് ഒട്ടും പറ്റുന്നില്ല. ഒരു അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥ. ഒരു 4 മണിക്കൂർ അയ്യോ ഏകദേശം ഒരു 150 കിലോമീറ്റർ എന്തോ ട്രാവൽ ചെയ്ത്. 150 ട്രാവൽ ചെയ്തില്ല. എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. ഞാൻ നോമ്പൊക്കെ വിട്ടു, വെള്ളം കുടിച്ചു. എൻ്റെ അമ്മോ, ഇത്രയും വലിയ ദുരിതമായിട്ടുള്ള ജേണി. എൻ്റെ ചന്തിയൊക്കെ വേദന എടുക്കുന്നു. അതിൽ നെരുങ്ങി പൊത്തിയിരുന്ന് ബംബാര എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നോമ്പ് പിടിച്ചത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഗൾഫിലൊക്കെ പണിയെടുക്കുന്നത് നമ്മളിതൊക്കെ ചെയ്യുന്നതാണ്. ഞാനിതിൻ്റെ അപ്പുറം അയ്യോ സുഡാനിൽ വെച്ച് ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്തോ അയ്യോ ഇന്നെൻ്റെ തലയൊക്കെ കറങ്ങി. പിന്നെ ലാസ്റ്റ് ഏതൊക്കെ ഷുഗർ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാൻ. കൊള്ളാമോ എന്ന് അറിയില്ല. ഞാനിതൊന്നും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഞാൻ അത് അപ്പുറത്ത് ആ പയ്യനും എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാലം ഇവിടെ നിന്ന് ഡേറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 ഇവരുടെ ഫ്ലാങ്കാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 50-60 രൂപയൊക്കെ വരുള്ളൂ. ഇവിടെ കുറേ കടകളും കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് റൈസ് ഞാൻ വാങ്ങിച്ചിട്ട് പകുതി മാത്രം മതി തരുമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് തരൂല. അത് പിന്നെ ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ വയ്യ. ഇവരുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കളയണ്ടല്ലോ.
നമ്മുടെ ജേണി ഇതുവരെയായിട്ട് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അയ്യോ, കാരണം നമ്മൾ ഈ മരുഭൂമി കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളുടെ ഏരിയയിൽ വന്ന് പെടാതിരിക്കാനാണ്. തൊട്ടൊരു 50, 30, 40 കിലോമീറ്റർ അകലെ മാറി അല്ലെങ്കിൽ 20 കിലോമീറ്ററൊക്കെ കുറച്ച് മാറിയ ചിലപ്പോൾ എക്സ്ട്രീമിസ്റ്റിൻ്റെ മെയിൻ റോഡുകൾ വരും. അപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാനാണ് ആക്ച്വലി ഇവർ ഈ റോഡ് എടുത്ത് പോകുന്നത്. വേറെ ദോർസൊങ്ക എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ ഉണ്ട്. അവിടേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എക്സ്ട്രീമിസ്റ്റുകളുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി വരുവാണ്. ഇതിലേക്കൂടെ വേണമെങ്കിൽ വരാം കേട്ടോ. എന്നാലും എനിക്കറിയില്ല, ഇതിലേക്കൂടെയാണ് ഇപ്പോൾ പല വണ്ടികൾ പോകുന്നത്. അതിൻ്റെ ഒരു ട്രാക്ക് പോലെയാണ് ഇതാ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ പല ആളുകളും നമസ്കരിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുവാണ്. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് വന്നു. നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. പക്ഷെ അവരെൻ്റെ അടുത്ത് ടർബൻ ഇല്ലാതെ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. തല കെട്ടാൻ പറഞ്ഞു, മുഖം മറയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, തല മറയ്ക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഇവര് വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ശുക്രാൻ. ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടും കൊടുക്കല്ല. അവര് കൊടുക്കാന്ന് പറഞ്ഞ എൻ്റെ പൈസയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കടയിൽ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. തൽക്കാലം മാറി നിന്നിട്ട് ഞാൻ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ കുറച്ച് സീനുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ടർബനൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. പയ്യെ വീഡിയോ ഓഫ് ചെയ്യട്ടെ, ആരോ വിളിച്ചു. ഇത് വല്ല വണ്ടിയും വെള്ളമൊക്കെ വന്ന് നിർത്താനും ഇവിടെ ഒരു 100-200 പേരിൽ കൂടുതൽ ആളുകളുണ്ട്. ഇരുട്ടായോണ്ട് കാണാൻ പറ്റാത്തതാണ്. ഈ ഇങ്ങനെ കുടിലിൻ്റെ അപ്പുറത്തൊക്കെ എന്ന് പറയുമ്പോൾ 10-100 പേര് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ച് കിടക്കുവാണ്. എനിക്കൊന്ന് ഈ ബസ് എങ്ങോട്ടോ പോകുന്ന ബസ്സാണ്. ഇപ്പം നമ്മൾ റോഡെത്തി കേട്ടോ. ഈ കാണുന്ന റോഡാണ്, പക്ഷേ ടാറിട്ട റോഡല്ല, അല്ലാത്ത റോഡാണ്. ഇപ്പം നമ്മൾ റോഡ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മാറിയിരിക്കുവാണ് അവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ. കാരണം എന്നെ അങ്ങനെ തിരിച്ചറിയേണ്ട ആരും. നാളെ രാവിലെ ഇനി വണ്ടി പോവുള്ളൂ. ഇവിടെ പായം വരിച്ച് കിടക്കുവാണ്. ഇന്ന് രാത്രി വണ്ടി പോകില്ല, പ്രശ്നമാണ് കേട്ടോ. അള്ളാഹ്ക്കറിയാം. ഇനി നാളെ എനിക്ക് ബുർക്കിന പോവേണ്ടതാണ്. എപ്പോൾ എത്താമെന്നോ അല്ല. എൻ്റെ കാലൊക്കെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് വെച്ചപ്പോൾ എന്തൊരു ആശ്വാസം. ഇവിടെ കണ്ട് നമ്മുടെ 3 ആൾക്കാർ ഇവിടെ കിടക്കുവാണ്. അങ്ങനെ സമയം രാവിലെ 5-6 മണിയായി. രാവിലെ ഒന്ന് വണ്ടിക്കാരന്മാരെ എണീപ്പിച്ചു. ഇനി നമ്മൾ വണ്ടി കയറി പോകുന്നു. എന്താണ്ട് എല്ലാവരും ഇവിടെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ. ഇവിടെ ഓരോ ആൾക്കാരായിട്ട് എണീക്കുവാണ് കേട്ടോ രാവിലെ. ഇവിടെ എല്ലായിടത്തും കുറേ ആൾക്കാർ ഇവിടെയൊക്കെ കിടക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വെളുപ്പാലത്ത് 4 മണിയായി കേട്ടോ സമയം. സമയം 6 മണി കഴിഞ്ഞു. 6:30 മണിയായിട്ടോ. പൊന്നാന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. സൂര്യനൊക്കെ എണീറ്റിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി, കുറേ ബസ്സുകളും സംഭവങ്ങളൊക്കെ നിർത്തി. ഇവിടെ ചെക്ക് പോയിന്റിൽ നിർത്തിയതാണ്. അവന്മാരവിടെ പോലീസ് ഇറക്കിയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ID വാങ്ങിച്ചു. എൻ്റെ പാസ്പോർട്ട് എടുത്തപ്പോൾ എന്നെ വേറെ റൂമിലോട്ട് കൊണ്ടുപോയി. ലാസ്റ്റ് പൈസ 10,000 വേണമെന്ന്. 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1,700 രൂപയൊക്കെ അടുപ്പിച്ച് തരും കേട്ടോ. അത്രയും രൂപ അവർക്ക് വേണമെന്ന്. എനിക്ക് ദേഷ്യം വന്ന് എൻ്റെ അടുത്ത് അത്രയും പൈസ പോലും ഇല്ല. ആകെ കുറച്ച് പൈസയേ ഉള്ളൂ. ഇനി ബുർക്കിനോയിൽ പോകാനുള്ള അവിടെ നിർത്തിപ്പിച്ചു. ഞാൻ പറഞ്ഞ് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. വേണം ഈ 3,000 തരാമെന്ന് പറഞ്ഞു. അത് തന്നെ 500 രൂപ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് പൈസ ഈ പുള്ളിക്കാരൻ കൊടുത്തു. പിന്നെ പുള്ളിക്കാരനെ ഞാൻ കൊടുക്കേണ്ടി വന്നു. എനിക്ക് അങ്ങനെ വരുന്നതാ. ഇതാണ് കേട്ടോ ഇവിടെ തീവ്രവാദമൊക്കെ വളരാനുള്ള കാരണം. അതായത് തീവ്രവാദികളെയുമാര് പൈസ കൊടുത്താൽ കടത്തിവിടും. അങ്ങനെ നമ്മുടെ സെവാര എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയത് ഇന്ന് 8 മണിക്കാണ് കേട്ടോ അവസാനിച്ചത്. 5 മണിക്ക് തുടങ്ങിയതാണ്. 6 മണിക്ക് ബസ് എടുത്തു.
24 മണിക്കൂർ എടുത്തു ഒരു 350 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി. സത്യം പറയാൻ ഭയങ്കര പിസ്ഡായിട്ടിരിക്കുവാണ്. അതായത് ഈ പട്ടാളക്കാരന്മാർ, ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ തീവ്രവാദം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിൽ നിൽക്കുന്നത് ഈ സഹേൽ റീജിയനാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് ഫസ്റ്റ് ലോകത്തിൽ. അത്രയും സ്ഥലത്ത് ഇത്രയും വലിയ തീവ്രവാദം നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ കള്ള പട്ടാളക്കാരന്മാർ, പൈസയ്ക്ക് വേണ്ടി എരന്ന് ജീവിക്കുന്ന പോലീസുകാരന്മാർ തന്നെയാണ്. തീവ്രവാദികൾ പോയാൽ പോലും പാസ്പോർട്ട് ഒന്നും ചെക്ക് ചെയ്യില്ല. അവർക്ക് 500 രൂപ കൊടുത്താൽ അവിടെ കാര്യം കഴിഞ്ഞു. പിന്നെ തീവ്രവാദികളൊക്കെ എങ്ങനെ നുഴഞ്ഞു പോകാതിരിക്കും അല്ലേ? മനസ്സിലായില്ലേ? എനിക്ക് 2 കൈ വെച്ചിട്ട് 2 ഇടി കൊടുക്കാൻ തോന്നും. പക്ഷേ അവന്മാർ 10-50 പേരിൽ കൂടുതലുണ്ട് കേട്ടോ അവിടെ. പട്ടാളക്കാരന്മാരും ബാരക്കേഡും അതും നമുക്ക് ഒറ്റയ്ക്ക് ആലോചിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഞാനൊരു ബസ്സിൻ്റെ ട്രാൻസ്പോർട്ട് ഏരിയയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ അടുത്ത ബസ് കയറാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഹാങ് ഓവർ വിഷമം മാറിയിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം. എല്ലാവരും പൈസയ്ക്ക്. ഇത് അയ്യോ തലപ്പഴാന്ന് എടുക്കും. എൻ്റെ ബാഗ് നനഞ്ഞു കേട്ടോ. ഇതൊക്കെ എന്ത് പറ്റിയാന്ന് തോന്നും. ഞാൻ കുടിക്കാൻ വേണ്ടി 1 ലോഡ് വെള്ളമാണ് കേട്ടോ വച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇതിനായിട്ട് നമ്മൾ 6 രൂപ കൊടുക്കണം. അതേസമയം 10-80 രൂപ കൊടുത്താൽ 100 രൂപയുടെ കത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഇത്രയും ഫുള്ള് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ലാഭം. ഞാൻ അതാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫുള്ള് ഇത് വാങ്ങും. ഇത് ഞാൻ പെട്ടെന്ന് കുടിച്ച് ചെയ്യും. ഇതാകുമ്പോൾ വെള്ളം പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും, ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യും. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സിക്കാസോ എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകാനാണ് പോകുന്നത്. ഞാൻ മൊപ്തിന്ന് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ സെവാരയിൽ നിന്ന് ഡയറക്റ്റ് ബുക്കിനോടെ ക്യാപിറ്റലിൽ പോകാനുള്ള ഈസി വഴിയുണ്ട്. പക്ഷേ അവിടെ ഫുള്ള് തീവ്രവാദികളും പ്രശ്നവും ഇതൊക്കെയാണ്. അവിടെ ബസ് കിഡ്നാപ്പിംഗ് ഒക്കെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം വേറെ വഴി, ലോങ് വഴി ഇനി പോകണം, സിക്കാസോ വഴി. അവിടെ ബസ് നടത്തുന്നത് ഓക്കെ. ഇനി സിക്കാസോ എങ്കിൽ സിക്കാസോ. നമ്മളൊരു ചെക്ക് പോയിന്റിൽ നിർത്തിയതാണ്. നമ്മളെല്ലാവരും ഐഡിയ ഒക്കെ വാങ്ങിച്ചു. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് പൈസയും ചോദിച്ചില്ല. ഞാൻ ഭയങ്കര മെൻ്റലി ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ആ ഹറാസ്മെൻറ്റ്, പിന്നെ ഈ ബസ്സിൽ കയറിയപ്പോൾ കുറച്ച് ഹറാസ്മെൻറ്റ് ഉണ്ടായി. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ ഇരിക്കുകയാണ്. ഞാനിതാണ്ട് ഈ സീറ്റിൽ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ വെള്ളം ഇവിടെ കിടക്കുന്നു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സിക്കാസോ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോവാണ്. അപ്പോൾ ഇനി വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ അതിന് വലിയ പ്രശ്നമാവും. ഇതാണ് നമ്മുടെ ബസ്. കുറേ ആൾക്കാരുണ്ട്. ഞാനിവിടെ വെള്ളം വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാളും ചോദിക്കുക പോലും ഇല്ല. ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോഴും ചോദിക്കാതെ വന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോകും. ഇപ്പം തന്നെ വന്നിട്ട് വെറുതെ കിടക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോകും കേട്ടോ. സ്പെഷ്യലി വെള്ളം വാങ്ങിച്ചു വെച്ചാൽ പിന്നെ വേറെ ഡേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചാൽ അത് ചോദിക്കുകയൊന്നുമില്ല. ആരും വന്ന് എടുത്തോണ്ട് പോകും. ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു, ഇന്ന് രാവിലെ കേട്ടോ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിങ്സ്, ഇമോഷനൊക്കെ മനസ്സിൽ വരുവാണ്. എന്തോ ഭയങ്കര വിഷമം കേട്ടോ. എന്തോ കുറേ ഹറാസ്മെൻറ്റ് കിട്ടി, കുറേ ബുള്ളിങ് കിട്ടി എന്തോ ഭയങ്കര വിഷമം, ഭയങ്കര ടയേർഡ്. എന്തോ വീട്ടിൽ പോകണമെന്ന് ഭയങ്കര തോന്നൽ. വീട്ടിൽ പോകണം, അത് വീട്ടിൽ പോയിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവരുടെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ തോന്നുന്നു. ഭയങ്കര മിക്സഡ് ഫീലിംഗ് കേട്ടോ. എൻ്റെ സ്ട്രെസ് മാറാൻ വേണ്ടി ഇവിടെ ഉള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്നെ കാട്ടി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ലക്ക് എനിക്കൊന്നും വീഴുന്നില്ല. അടുത്ത ചെക്ക് പോയിന്റ് ആണ് കേട്ടോ. അവിടെയും പൈസ ചോദിച്ചു. ഞാൻ പൈസ കൊടുത്തില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിട്ടു. അടുത്ത ചെക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്നു. വീണ്ടും ഓരോ ചെക്ക് പോയിന്റുകൾ. ഈ ബസ്സിൽ തന്നെ 3-ാമത്തെ 4-ാമത്തെയാണ്. ടയേർഡായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ പുറത്ത് ഫുള്ള് ഓറഞ്ചിൻ്റെയൊക്കെ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഫുള്ള് അങ്ങനെ നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. അതാണ്ട് മെഗാ ട്രാൻസ്പോർട്ട്. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത്. സത്യം പറഞ്ഞാൽ സിക്കാസോ എത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. സിക്കാസോ കുറച്ച് മരങ്ങളും കായ്കളും ഫലങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റി. മാത്രമല്ല മാലി വിടുവാണല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. മാലി എങ്ങനെയെങ്കിലും വിടുവാണല്ലോ. പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞോളാം, ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ അവിടെയാണ് ഞാൻ ലൂഡോ ഒക്കെ കളിച്ചത്. ഏകദേശം 6-7 മണിക്കൂർ ബസ്സിൽ ഞാൻ ജേണി ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് അതൊരു 10 മിനിറ്റ് ആയിട്ടല്ലേ കണ്ടത്. ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് വയ്യായിരുന്നു. എന്നെ ബസ്സിൽ കയറ്റിവിട്ട ഒരാളെ പറഞ്ഞു വിട്ട് പുള്ളിയുടെ കൂടെ ഞാൻ അടുത്ത ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ഫുള്ള് ബസ് ജേണികളാണല്ലോ. ഫുള്ള്
രാവിലോട്ടൊന്നും കഴിച്ചില്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ലാസ്റ്റ് ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ബ്രെഡ് വാങ്ങാൻ വേണ്ടി പോകുന്നു, വല്ലോ കഴിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഒരു ടൂണ ഇരിപ്പുണ്ട്. വിശന്ന് വല്ലനെ എനിക്ക് കിട്ടിയത് ദാണ്ട ഈ കട്ടി ബ്രെഡാണ്. ഇടിച്ചാൽ പൊട്ടുപോകും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൂണ ഉണ്ട്. നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നല്ലൊരു ബാഡ് ന്യൂസ് ഉണ്ട്. അതായത് പോണ വഴിയിൽ അവിടെ വെടിയപ്പും കാര്യങ്ങളും നടക്കുവാണ്. അതുകൊണ്ട് ഇന്ന് ബസ് എടുക്കൂല, നാളെ രാവിലെ എടുക്കുള്ളൂ. അവിടെ പ്രശ്നം നടക്കുവാണ്. ഞാൻ പെട്ടുപോയി കേട്ടോ. ഞാൻ വിചാരിച്ചു ബസ്സിൽ കിടന്നിറങ്ങി എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പോൾ ബസ് വന്നിട്ട് മണിക്കൂറായിട്ട് ഇവിടെ കിടക്കുകയാണ്. 9:30 മണിയായി. 8 മണിക്ക് എടുക്കേണ്ട ബസ്സായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ. പോകുന്ന വഴിയിൽ കലാപങ്ങൾ നടക്കുകയാണ്. കലാപമല്ല, ഇവിടെ തീവ്രവാദികളും ആർമികളും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ മിലിറ്റൻസൊക്കെ ആയിട്ട് നടക്കുന്ന ഇതാണ്. ഞാൻ നേരത്തെ പോകാൻ പോയ ബോർഡറില്ലേ, വേറെ നോർത്തേൺ ബോർഡർ വഴിയാണ് പോകാൻ പോയത്. അവിടെ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവിടെ വണ്ടി പോലും പോകാത്തത്. അതിലൂടെയാണ് ഞാൻ പോകാതിരുന്നത്. ഞാനങ്ങനെ യുദ്ധം കാരണം അസാധാരണമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്ന റോഡിൽ ഇങ്ങനെ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ദാണ്ടെ മൊസ്കിറ്റോ നെറ്റൊക്കെ ഇട്ട് ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് ഇന്ന് രാത്രി. ഇവിടെ കുറേ പേര് ദാണ്ടെ ഇവിടെ ഈ അടുത്തൊക്കെ കിടക്കുന്ന കണ്ടിൽ. ആ കാണുന്ന ബസ്സാണ് കേട്ടോ നമുക്ക് പോവേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ബോർഡറൊക്കെ കടക്കേണ്ടായിരുന്നു. എന്ത് പറ്റിയാന്തോ. എന്തായാലും തൽക്കാലം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സമയം 6 മണിയായി. ഞാൻ എണീറ്റിട്ടുണ്ട്. കാരണം നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ് നമ്മുടെ ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ബസ് അടിച്ചു. ജനലൊന്നുമില്ലേ. അപ്പോൾ എന്തായാലും ഇനി എൻ്റെ യാത്ര ബുർക്കിനോ ഫാസോയിലോട്ടാണ്, അടുത്ത രാജ്യത്തോട്ടാണ്. എൻ്റെ പള്ളി അവിടെ വണ്ടിയെല്ലാം കത്തിച്ചിട്ടേക്കുന്നു കേട്ടോ. അതായത് മറ്റേ യുദ്ധം നടക്കുന്ന അതാണ് കേട്ടോ, വലിയ പ്രശ്നമായിരുന്നു. വണ്ടിയെല്ലാം കത്തിച്ചിട്ടേക്കുന്നു കേട്ടോ, വണ്ടിയെല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ബുള്ളറ്റിൽ തീർന്നേനാ സത്യം. അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ രാത്രി അവർ ബസ് എടുക്കാതെ. നമ്മൾ ബോർഡറിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അവസാനം. ഈ ബസ്സുകാരന്മാർ ഇന്നലെ ഇവിടെ പ്രശ്നം നടക്കുന്നു എന്ന് അറിഞ്ഞത് നല്ലത്. അല്ലെങ്കിൽ ഇത് അറിയാതെ ബസ്സുകാരന്മാർ വല്ല ബസ് പോയിരുന്നെങ്കിൽ നമ്മുടെ ബസ് കൂടെ കത്തിച്ചേനാ കേട്ടോ. കുറേ വണ്ടികൾ ഇങ്ങനെ കത്തിക്കിടക്കുവാണ്. എന്തോ കേട്ടോ, എന്തൊക്കെയോ ഭാഗ്യമുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം ഞാൻ തിമ്പുക്ക് പോയിട്ട് സേഫായിട്ട് വന്നു, വേറെ ഒരു പ്രശ്നവും സംഭവിച്ചില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ ഒരു റോഡ് സാധാരണ പ്രശ്നമുള്ള റോഡല്ല, മനസ്സിലായില്ലേ. ഇപ്പം ഞാൻ വന്ന റോഡ്, ഞാൻ പോവായിരുന്ന റോഡാണ് കുറച്ച് പ്രശ്നം. പക്ഷേ പെട്ടെന്ന് ഇവിടെ പ്രശ്നം സംഭവിച്ചു. പക്ഷേ അതിൽ നിന്ന് ഞാൻ എസ്കേപ്പായി. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാം വളരെ ഈസി ആയിരുന്നു. മാലി എമിഗ്രേഷൻ ആദ്യം ഒരാൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എഴുതി, പിന്നെ വേറൊരു ഓഫീസിൽ വിട്ടു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് 2000 ചോദിച്ചു. 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപയൊക്കെ വരും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, സ്റ്റാമ്പ് അടിച്ചു തന്നു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മാത്രമാണ് കുറച്ച് മാന്യമായിട്ട് എനിക്ക് തോന്നിയത്, ബോർഡർ മാത്രം. ബുർക്കിനോ ബോർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആക്യുറസിയും, പൈസ ചോദിച്ചില്ല. അതായത് ബോർഡർ തന്നെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എല്ലാം. ഇപ്പോഴത്തെ ബുർക്കിനോടെ പുതിയ പ്രസിഡന്റ് ഇബ്രാഹിം ബുർക്കിനോ ഗുഡ്. ഇബ്രാഹിം ഗുഡ്. യാ, കണ്ടില്ലേ ആൾക്കാർ തന്നെ പറയുന്നു ഇബ്രാഹിം പുള്ളി അടിപൊളിയാണ് കേട്ടോ. 35-40 വയസ്സിൻ്റെ അകത്തേ ഉള്ളൂ. ഏറ്റവും വൺ ഓഫ് ദ എന്താ പറയുക യങ്ങസ്റ്റ് ആയിട്ടുള്ള റൂളറാണ് ഒരു വേൾഡിൽ തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബുർക്കിനോയിൽ. മാലി നോട്ട് ഗുഡ്. മാലി പോലീസ് ഇങ്ങനെ വരുന്ന മാലിയെ. ബുർക്കിനോ ഗുഡ്. പുള്ളി ബുർക്കിനക്കാരനാണ്. ഇബ്രാഹിം ഗുഡ്. അസീം കൊയ്ത്ത ഗുഡ്. ബട്ട് മാലി ആർമി പോലീസ് നോ ഗുഡ്. അപ്പോൾ അതാണ് കേട്ടോ ഇരിക്കാനുള്ള ഇതെല്ലാം ഇപ്പോഴായിട്ട് നിർമ്മിച്ചതാണ്. 1 വർഷം ആയേ ഉള്ളൂ. പുള്ളിയൊക്കെ വന്നതിന് ശേഷമാണ്. അത് അവിടുത്തെ ബിൽഡിങ്സ് കണ്ടാൽ അറിയാം. എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ്, എല്ലാം ഭയങ്കര അടിപൊളി കേട്ടോ. എൻ്റെ അടുത്ത് വിസ ചോദിച്ചു, ഇത് ചോദിച്ചു. വേറെ ഹാസിൽ ആർക്കും ഇല്ല. മാത്രമല്ല ഇങ്ങോട്ട് കയറിയപ്പോൾ കശുവണ്ടി, മാങ്ങാമരം, അങ്ങനെ കുറേ മാവ്, കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ വിഷു പോലെ കണിക്കൊന്നയൊക്കെ പൂത്തിരിക്കുന്നു. ബോർഡറിൽ നടന്നു വന്നപ്പോൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഓടി വരുവാണ് കേട്ടോ. 2 പെമ്പിള്ളേർ. ഒരു പെമ്പിള്ളേർ ഓടുന്ന എണീക്കുവാണ്. ഫോട്ടോ ഞാനങ്ങനെ സിമ്മൊക്കെ എടുത്തു. ആകെ കയ്യിലുണ്ടായിരുന്ന 2000 കൊടുത്ത് സിം എടുത്തു. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപയും ഇല്ല. രൂപ ഉണ്ട്, ഡോളറേ ഉള്ളൂ. ലോക്കൽ മണി ഒന്നുമില്ല.
ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡർ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് ഞാൻ സിമ്മൊക്കെ എടുത്തത്. സത്യം പറയാലോ, ഹലോ മീനോ, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. ഒന്ന് തുടക്കട്ടെ ക്യാമറ. അതായത് ബുർക്കിനോയിൽ ഇന്നത്തെ ഇതൊക്കെ കണ്ട് അവരുടെ പെരുമാറ്റമൊക്കെ കണ്ട് ഭയങ്കര ഞാൻ തന്നെ ഹാപ്പി ആയിട്ട് കേട്ടോ. മെൻ്റലി എന്നെ മാലിയിൽ ഇന്നലെ റൂയിൻ ചെയ്ത പോലെ ഇവിടെ ആരും റൂയിൻ ചെയ്യാൻ വന്നില്ല. എൻ്റെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് കുറച്ച് മോശമാണ്. നല്ലപോലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇന്നലെ ആ ബ്രെഡ് കഴിച്ചതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇനി ബസ്സിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ്. ബുർക്കിനോട് എമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടിയുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, ബസ്സിൻ്റെ അവസ്ഥ നോക്കിക്കേ. ഇവിടെ സീറ്റില്ല, വെറും കൂത്തറ ബസ് കേട്ടോ, ലോക്കൽ ബസ്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും പൈസ കുറച്ച് കിട്ടി. കാരണം എൻ്റെ കയ്യിൽ 12,000 കൊടുക്കാനുള്ളൂ. ഞാൻ 12,000 കൊടുത്തു. 12,000 ടിക്കറ്റ് കിട്ടി. സാധാരണ 20,000 റേറ്റ് വരുന്നത്. എൻ്റെ ഭാഗ്യം. അടുത്ത കൺട്രോളിൽ വീണ്ടും നമ്മൾ ഇറങ്ങുവാണ്. ഓരോ കൺട്രോള് പലയിടത്തുണ്ടല്ലോ. അല്ലാ, എങ്ങോട്ടൊക്കെ പോകാനായി പറയുന്നുണ്ടോ. ബുർക്കിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞേ ഉള്ളൂ. അടുത്ത ചെക്ക് പോയിന്റിലെത്തിയപ്പോൾ അവർ 2,000 ചോദിച്ചു. 2,000 ഞാൻ ദേഷ്യപ്പെട്ടു. എനിക്ക് ദേഷ്യപ്പെടാനൊക്കെ ഒരു ഇത് വന്നു കേട്ടോ, ബുദ്ധി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1 രൂപ തരൂല, ഞാൻ വിസയ്ക്ക് പൈസ അടച്ചു. അപ്പോൾ ദേഷ്യം വന്ന് എന്നെ മാറ്റി നിർത്തി. എല്ലാവർക്കും പാസ്പോർട്ട് 2,000 വെച്ച് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് പാസ്പോർട്ട് തന്നിട്ട് പോയി കേട്ടോ. വേറൊരു പ്രശ്നമില്ല. വീണ്ടും ഒരു ചെക്ക് പോയിന്റ് കഴിഞ്ഞു. പൈസയൊന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് ചെക്ക് ചെയ്തു, വിസയും ചെക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറുവാണ്. എല്ലായിടത്തും ചെക്ക് പോയിന്റാണ്. സ്പെഷ്യലി വില്ലേജുകളിലൊക്കെ കുറേ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ വില്ലേജുകളിൽ, ബുർക്കിനോടെ കുറേ വില്ലേജുകളിൽ കുറേ എക്സ്ട്രീമിസം ഒക്കെ ധാരാളം നടക്കുന്ന ഇതുണ്ട്. ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ കണക്ക് പ്രകാരം, ഇൻഡെക്സ് പ്രകാരം ബുർക്കിനാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1. യെസ്, ബുർക്കിന നമ്പർ 1. ഞാൻ തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ബുർക്കിലോ നമ്പർ 1 ആണെന്ന് പറഞ്ഞതാണ്. അപ്പൊ പുള്ളിക്കാരെ വിചാരിച്ചു ഞാൻ ബുർക്കിലോ അല്ലാതെ ജനറലി നമ്പർ 1 ആണെന്ന്. അപ്പൊ പറഞ്ഞു അതെ ബുർക്കിലോ നമ്പർ 1 ആണെന്ന് പുള്ളി. ഞാൻ പറഞ്ഞു അതെ അതെ അതെ. ഇവിടെ ചേച്ചിമാരൊക്കെ നമ്മുടെ മുട്ടക്കറിയും ബ്രെഡൊക്കെയാണ് കേട്ടോ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫുള്ള് കശുവണ്ടി, മാവ്, അങ്ങനെ ധാരാളം ഇത്. പത്ത് മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ അടുത്ത ചെക്ക് പോയിന്റ്. എത്ര ചെക്ക് പോയിന്റ്? ഇതിനു മുമ്പ് ഒരു 3 മിനിറ്റ് മുമ്പ് ആ ജംഗ്ഷനിൽ വെച്ച് വേറൊരു പട്ടാളക്കാരൻ വന്ന് വണ്ടി ചെക്ക് എന്തൊക്കെ. ഇവിടെ ആക്ച്വലി ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ. ഇവിടെ കൂടുതൽ നമ്മുടെ ഓറഞ്ചൊക്കെ വിൽക്കുന്നത് ധാരാളമായിട്ട് കാണാം. ഫുള്ള് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല, അടിപൊളി ഓറഞ്ചാണ് ബക്കറ്റിൽ നിരത്തി വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തായിരുന്നു കേട്ടോ നമ്മുടെ ചെക്ക് പോയിന്റ്. അതാണ്ട് നമ്മുടെ ബസ് വന്നു. ഓടിക്കേറ് കേട്ടോ, ചാടിക്കേറ്. സമയമില്ല കേട്ടോ. ചെക്ക് പോയിന്റിൽ നിർത്തുന്നു, ബസ് എടുക്കുന്നു, പോകുന്നു. ഭയങ്കര ഫാസ്റ്റാണ്. കാരണം കുറേ ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ. ബസ് ഫുള്ള് പോകുന്നത് കട്ടറാണ് കേട്ടോ. റോഡ് മുഴുവൻ കട്ടർ എന്ന് പറഞ്ഞാൽ കട്ടർ. ഇപ്പം മാത്രമാണ് ഇതാണ്ട് കുണ്ടും കുഴിയില്ലാതെ ഒന്ന് ഇതാണ്ട് വീണ്ടും. പൊടിയും അഴുക്കും എൻ്റെ മുഖം തുടച്ചപ്പോൾ കിട്ടിയ അഴുക്കാണ് കേട്ടോ. ഇതാ എൻ്റെ മുഖം തുടച്ചപ്പോൾ കിട്ടിയ അഴുക്ക് കണ്ടില്ലേ. ബസ് ചാടി പൊക്കിയൊക്കെ പോവാണ് കേട്ടോ. അവിടെ ഇരുന്ന ഒരാൾ പൊക്കിട്ട് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് ലോഡിങ്. നമ്മൾ ബൊബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അടുത്ത ബസ് മാറി കയറി. ടിക്കറ്റിന് ഓൾറെഡി പൈസ കൊടുത്തു. അപ്പോൾ അവർ വേറൊരു ടിക്കറ്റ് വന്നു. അതുകൊണ്ട് അടുത്ത ട്രാൻസ്പോർട്ടിൽ കയറി അടുത്ത ബസ്സിൽ കയറി ഇനി ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോവാണ്. ഇനി ഒരു 6 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ചൂട് ഇതിന് ഉള്ളതുകൊണ്ട് ചൂട്.
അവിടെ നിങ്ങളൊരു സംഭവം കണ്ടോ, അവിടെ അവരുടെ ഫ്ലാഗിൽ റഷ്യയുടെ ഫ്ലാഗ് കണ്ടോ, ബുർക്കിന ഫാസോയുടെ ഫ്ലാഗിൻ്റെ തൊട്ടടുത്ത് റഷ്യയുടെ ഫ്ലാഗാണ് കേട്ടോ. തൊട്ട് അതിൻ്റെ അപ്പുറത്ത് നൈജറിൻ്റെ ഫ്ലാഗ്, പിന്നെ ഒരു മാലിയുടെ ഫ്ലാഗ്. അതായത് നൈജറും മാലിയും ബുർക്കിന ഫാസോയാണ് ഇപ്പോൾ ഒരു കൂട്ടുകെട്ട് കേട്ടോ. അവരാണ് ഈ ഫ്രഞ്ച് മിലിറ്ററിയൊക്കെ എടുത്ത് കളഞ്ഞു. റഷ്യയുടെ മിലിറ്ററി ഇപ്പോൾ വാഗ്നർ ഗ്രൂപ്പാണ് കേട്ടോ ഇവിടുത്തെ തീവ്രവാദത്തെയൊക്കെ തുരത്താനായിട്ട് അവർ ഉപയോഗിക്കുന്നത് കൂടുതൽ. ഫുള്ള് മാങ്ങ സീസൺ ആയതുകൊണ്ട് ആളുകളെല്ലാം മാങ്ങ വിൽക്കാൻ വേണ്ടി അടക്കമാണ്. എൻ്റെ അമ്മ ഫുള്ള് മാങ്ങയാണല്ലോ. എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 11 മണിക്ക് എടുത്തതാണ്. ഇപ്പം രാത്രി 10 മണിയായിട്ടോ. ഇത് പയ്യെ എല്ലായിടത്തും നിർത്തിയാത്ത. എനിക്കാണെങ്കിൽ ഒട്ടും പൈസ ഇല്ലായിരുന്നു. ലാസ്റ്റ് പൈസയൊക്കെ ഒപ്പിച്ചു ഓറഞ്ച് മണി വഴി. അപ്പോൾ ഒട്ടും വയ്യ കേട്ടോ. അതായത് എനിക്ക് സഹിക്കാൻ വയ്യ, ദേഹം തളർച്ച, അയ്യോ വിശപ്പ് എല്ലാം. എവിടെയെങ്കിലും എത്തിയായിരുന്നെങ്കിൽ നല്ല ഫുഡെങ്കിലും കഴിക്കാൻ. ഇവിടെ ഒന്നും കിട്ടുന്നുമില്ല സത്യം പറയാലോ. ഭയങ്കര എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റഡ്, ഭയങ്കര ടയേർഡ്. എൻ്റെ പടച്ചോനെ, അങ്ങനെ 10 മണിക്കൂർ വെറും 300 കിലോമീറ്റർ പോകാൻ.